നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എക്സൈസ് ഓഫീസർ സ്പെഷ്യൽ ടോപ്പിക്സിന്റെ 4ാമത്തെ ക്ലാസ് ആണ്. അപ്പോൾ മറ്റു ക്ലാസ്സുകളിലെ 1ഉം 2ഉം 3ഉം കാണാത്തവരുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അത് കാണുക. നമ്മൾ ചാനലിൽ പ്രത്യേകം പ്ലേലിസ്റ്റിൽ സ്പെഷ്യൽ ടോപ്പിക്സിലെ സിവിൽ എക്സൈസ് ഓഫീസർ സ്പെഷ്യൽ ടോപ്പിക്സ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർ എന്ത് ചെയ്യുക, അത് കൃത്യമായിട്ട് കണ്ടുപോകുക കേട്ടോ. ഒരു ഓർഡറിൽ പഠിച്ചു പോവുക. അന്നന്ന് എടുക്കുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് പഠിക്കുക. നമ്മൾ ഓരോ ദിവസം ഇടവിട്ടിട്ടാണ് ക്ലാസ്. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് പഠിക്കാൻ കുറച്ച് ഈസി ആയിരിക്കും. എടുക്കുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യുക, ലെക്ചർ നോട്ട് എഴുതി റിപ്പീറ്റ് ചെയ്ത് വായിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. പിന്നെ പരീക്ഷയ്ക്ക് അല്ലേ, നമുക്കറിയാം മെയ് മാസം കഴിഞ്ഞിട്ട് അങ്ങോട്ട് പരീക്ഷയാണ്. അപ്പം എന്ത് ചെയ്യുക, ആ ഒരു ടൈം പീരീഡിൻ്റെ ഉള്ളിൽ നിങ്ങൾ എന്ത് ചെയ്യുക, വൃത്തിയിൽ പഠിച്ചെടുക്കുക. ആ സമയമൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് ഒരുപാട് റിവിഷൻ നടത്താനൊക്കെ ആയിട്ട് പറ്റും കേട്ടോ. ഓക്കെ, അപ്പം ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് NTPS ആക്ടിനെ കുറിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ അബ്കാരി ആക്ട് തീർന്നിട്ടില്ല, അതിൽ ഇനി കുറച്ച് ഭാഗങ്ങൾ കൂടി ഉണ്ട്. നമ്മുടെ ക്രൈംസും അതുപോലെ മദ്യമൊക്കെ നമ്മുടെ കൈവശം വെക്കാൻ പറ്റുന്ന അളവിനെ പറ്റിയിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, സിലബസ് വന്നിട്ട് എടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ അതിൽ പറയുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ മാറ്റം ഉൾക്കൊണ്ട് പഠിക്കാമെന്നാണ് വിചാരിക്കുന്നത്. സിലബസ് എന്തായാലും അടുത്ത മാസമൊക്കെ ആയിട്ട് വരും. അപ്പോൾ എന്ത് ചെയ്യാം, ആ സമയത്ത് അത് കൃത്യമായിട്ട് പഠിപ്പിക്കാം കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് എന്ത് ചെയ്യാം, NTPS ആക്ട് നോക്കാം. ഓക്കെ, ഇപ്പോൾ ക്ലാസ്സിലോട്ട് പോവാം അല്ലേ. NTPS ആക്ട് അല്ലേ, എന്താണ് NTPS ആക്ട് എന്ന് പറഞ്ഞാൽ? ഇതിന്റെ ഫുൾ ഫോം എന്താണ് അല്ലേ? NT എന്ന് പറഞ്ഞാൽ എന്താ, നാർക്കോട്ടിക് ഡ്രഗ്സ് ആണ് അല്ലേ. ഡ്രഗ്സുമായി ബന്ധപ്പെട്ടിട്ടാണ് അല്ലേ, നമ്മുടെ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ടിട്ടാണ് അല്ലേ. അപ്പം എന്താണ് NTPS എന്ന് പറഞ്ഞാൽ? നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ട് എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു ഡെഫിനിഷൻ നിങ്ങൾ എന്ത് ചെയ്യാം, ഡെഫിനിഷൻ അല്ല അതിന്റെ ഫുൾ ഫോം എന്ത് ചെയ്യുക, നിങ്ങൾ പഠിച്ചിരിക്കുക. എന്താണ് NTPS എന്ന് പറഞ്ഞാൽ? നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ്. ഓക്കെ, ഈ ആക്ടിലെ ഏത് വർഷമാണ് വന്നിട്ടുള്ളത്? 1985 കേട്ടോ. ഏതാ വർഷം അല്ലേ? നമ്മൾ രണ്ടാമത്തെ ഒരു വർഷം പുതിയത് പഠിക്കുകയാണ്. ഏതാണ്? 1985. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറയും, അബ്കാരി ആക്ട് ഏതായിരുന്നു വർഷം? അബ്കാരി ആക്ടുമായി ബന്ധപ്പെട്ട് നമ്മൾ 2-3 വർഷങ്ങളൊക്കെ പഠിച്ചില്ലേ. ഏതായിരുന്നു അല്ലേ? അബ്കാരി ആക്ട് 1/1077 അല്ലേ, അതായത് 1902 അല്ലേ പാസ്സാക്കിയ നിയമം. പിന്നെ കേരള രൂപീകരണത്തിന് ശേഷം അല്ലേ, എല്ലാ തിരുവിതാംകൂറിലെയും മലബാറിലെയും കൊച്ചിയിലെയും എല്ലാ നിയമങ്ങളും കൂടി ക്രോഡീകരിച്ചുകൊണ്ട് 1967 മെയ് 11 എന്ത് പാസ്സാക്കിയിട്ടുണ്ട്? അബ്കാരി ആക്ട് പാസ്സാക്കിയിട്ടുണ്ട്. ഈ വർഷങ്ങളൊക്കെ എന്ത് ചെയ്യുക, പഠിച്ചു പോകുക കേട്ടോ. നിങ്ങൾ വർഷങ്ങളൊക്കെ പഠിക്കുമ്പോൾ സെപ്പറേറ്റ് തന്നെ എന്ത് ചെയ്യാം, എല്ലാ വർഷങ്ങളും ഒരുമിച്ച് എഴുതുക, എന്നിട്ട് റിവൈസ് ചെയ്ത് പഠിക്കട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് NTPS ആക്ട് എന്താണെന്ന് നോക്കാം. എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു NTPS ആക്ട് കൊണ്ടുവന്നിട്ടുള്ളത്? എന്തിനു വേണ്ടിയിട്ടാ? നാർക്കോട്ടിക് ഡ്രഗ്സുമായി ബന്ധപ്പെട്ടിട്ടാണ് അല്ലേ. അതായത് നമ്മുടെ മയക്കുമരുന്ന് അതുപോലെ മറ്റ് ലഹരി പദാർത്ഥങ്ങളൊക്കെ എന്ത് ചെയ്യാം, ഉൽപ്പാദിപ്പിക്കുകയോ അതുപോലെ അത് നമ്മൾ കൈവശം വെക്കുകയോ അല്ലെങ്കിൽ വിൽക്കുകയോ അല്ലെങ്കിൽ എവിടെയെങ്കിലും വാങ്ങുകയോ അങ്ങനെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റു കാര്യങ്ങളൊക്കെ അല്ലേ ഒക്കെ ചെയ്യുന്നതിലെ ഈ ഏത് നിയമത്തിന്റെ കീഴിലാണ് വരുന്നത്? ഈ ഒരു നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ട് എന്നൊരു നിയമത്തിന്റെ കീഴിലാണ് വരുന്നത്. ഓക്കെ, ഒന്നുകൂടെ പറഞ്ഞുതരാം. അതായത് നാർക്കോട്ടിക് ഡ്രഗ്സിലെ നമ്മുടെ മയക്കുമരുന്നും മറ്റു ലഹരി പദാർത്ഥങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതിന്റെ ഉൽപാദനമോ അല്ലെങ്കിൽ അത് കൈവശം വെക്കല്, അതിന്റെ വിൽപ്പന തുടങ്ങിയ എല്ലാ കാര്യങ്ങളും അല്ലേ, തുടങ്ങിയ മറ്റുള്ള കാര്യങ്ങളിലൊക്കെ അതിന്റെ ഒരു അവകാശങ്ങൾ, നമ്മുടെ അവകാശങ്ങളൊക്കെ ഒന്ന് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട്, അതായത് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നമ്മുടെ അവകാശങ്ങൾ അല്ലേ, അതൊക്കെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് എന്ത് കൊണ്ടുവന്നിട്ടുള്ളത്? ഈ ഒരു NTPS ആക്ട് കൊണ്ടുവന്നിട്ടുള്ളത്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ ഏതാ വർഷം നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ട് എന്ന് പറയുന്നത്? 1985 ആണ്. പഠിച്ചു വെച്ചേക്കാട്ടോ. ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഇത് കൊണ്ടുവന്നിട്ടുള്ളത് ആരാണ് അല്ലേ? നമ്മുടെ രാജീവ് ഗാന്ധി സർക്കാരിന്റെ കാലത്താണ് ഈ ഒരു നിയമം കൊണ്ടുവരുന്നത്. എന്നാണെന്ന് ഓർത്തു വെച്ചേക്ക. 1985 നവംബർ 14 മാസവും ഡേറ്റും കൃത്യമായിട്ട് പഠിച്ചു വെച്ചേക്ക. ഏതാണ്? നവംബർ 14 അല്ലേ. നവംബർ 14 എന്താണ് പ്രത്യേകത ഈ ദിവസത്തിന്റെ അല്ലേ? ശിശുദിനമാണ്. ഓക്കെ, അപ്പൊ നവംബർ 14 എന്താ? ശിശുദിനമാണ് അല്ലേ. അപ്പൊ ഈ ശിശുദിനത്തിന്റെ അന്നാണല്ലേ നമ്മുടെ രാജീവ് ഗാന്ധി സർക്കാർ ഇങ്ങനെയൊരു നിയമം കൊണ്ടുവരുന്നത് അല്ലേ. ഇന്ത്യയിലെ എല്ലാ മയക്കുമരുന്നുകളും ഒക്കെ നിരോധിച്ചുകൊണ്ട് ഈ ഒരു NTPS ആക്ട് കൊണ്ടുവരുന്നത് അല്ലേ. നമുക്കറിയാലേ, ഇന്ന് എന്താണ് ദിനം പ്രതിയിലെ ചെറിയ കുട്ടികളാണ് ഇങ്ങനെയുള്ള മയക്കുമരുന്ന് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിലൊക്കെ അടിമയായിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. പണ്ടൊക്കെ നമുക്ക് കോളേജുകളും അതുപോലെ അതുമായി ബന്ധപ്പെട്ട ഹോസ്റ്റലുകളിലുമാണ് കേസുകളൊക്കെ കൂടി വന്നിരുന്നത്. എന്നാൽ ഇന്ന് എന്താണ് സംഭവിക്കുന്നത് അല്ലേ, നമുക്കറിയാലേ, സ്കൂളുകളിലെ അതും ചെറിയ കുട്ടികളിലെ 7ഉം 8ഉം 9ഉം ഒക്കെ ക്ലാസ്സുകളിൽ പഠിക്കുന്ന ചെറിയ പിള്ളേരാണ് ഇന്ന് എന്ത് ചെയ്യുന്നത്? ഓരോ ദിവസവും ഈ ഒരു ഡ്രഗ്സിനൊക്കെ അടിമപ്പെട്ട് വരുന്നത്. അപ്പൊ എന്താണല്ലേ, നമ്മുടെ ഭാവിയിലുള്ള ഇനിയുള്ള കുഞ്ഞുങ്ങളെങ്കിലും എന്താ ചെയ്യുക, ഇതിന്നൊക്കെ രക്ഷിക്കാൻ വേണ്ടിയിട്ടല്ലേ ഈ ഒരു നവംബർ 14 അന്ന് തന്നെയാണ് നമ്മുടെ രാജീവ് ഗാന്ധി സർക്കാർ എന്ത് ചെയ്തത്? ഈ ഒരു നിയമം കൊണ്ടുവരുന്നത്. അപ്പൊ നിങ്ങൾ അങ്ങനെ ഓർത്ത് വെച്ച് പഠിക്കട്ടോ. അപ്പൊ എന്നാണ്? 1985 നവംബർ 14.
ക്ലിയർ അല്ലേ? അടുത്ത ഭാഗത്തിലോട്ട് പോവാം. അടുത്തത് നമ്മുടെ മൊഡ്യൂളിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് അതിന്റെ ജൂറിസ്ഡിക്ഷനെ കുറിച്ചിട്ട്. എന്താണ് ജൂറിസ്ഡിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ, ഈ ഒരു നിയമത്തിന്റെ അധികാര പരിധി അല്ലെ എവിടെ വരെയാണ്? അല്ലെ, ഇന്ത്യയിൽ പാസാക്കിയ നിയമമാണ്. അതുകൊണ്ട് തന്നെ ഇതെന്താണ്? ഇന്ത്യ മുഴുവനും ഈ ഒരു നിയമം ബാധകമാണ്. ഓർത്തു വെച്ചേക്കാം അല്ലെ, ഇന്ത്യയിൽ എവിടെയും ഈ ഒരു നിയമത്തിന് എന്താണ് സെയിം ആയിരിക്കും. ഓക്കെ, അപ്പൊ ഈ നിയമത്തിന്റെ അധികാര പരിധി എന്ന് പറയുന്നത് എന്താണ്? ഇന്ത്യ മുഴുവനാണ്. അതുപോലെ തന്നെ അല്ലെ ഈ നിയമം എന്താണ്? ഇന്ത്യയിലും അതുപോലെ തന്നെ ഇന്ത്യക്ക് പുറത്തുള്ള ഇന്ത്യൻ പൗരന്മാരും അല്ലെ, നമുക്കറിയാം ഇന്ത്യയിലുള്ള ആൾക്കാരില്ലേ, കുറെ ആൾക്കാർ എന്താണ് ഇന്ത്യക്ക് പുറത്ത് താമസിക്കുന്നവരുണ്ടാവും. അപ്പൊ അവരുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കേസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്താണ്, അവർക്കും ഈ ഒരു നിയമത്തിന്റെ കീഴിലാണ് അവരും വരുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള വിമാനങ്ങളും അതുപോലെ കപ്പലുകളിലും ഒക്കെയുള്ള വ്യക്തികൾ ഉണ്ടാവുമല്ലോ, അവർക്കും എന്താണ് ഈ ഒരു നിയമം ബാധകമാണ്. ഓക്കെ, അപ്പൊ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്നെന്താണ്, ഇന്ത്യക്ക് പുറത്ത് താമസിക്കുന്ന ഇന്ത്യൻ പൗരന്മാർക്കും എന്താണ് ഈ ഒരു നിയമം ബാധകമാണ്. ആദ്യം നമ്മൾ പറഞ്ഞു ഇന്ത്യ മുഴുവനും ഈ ഒരു ഈ ഒരു നിയമത്തിന്റെ അധികാര പരിധിക്കുള്ളിൽ വരുന്നതാണ് അല്ലെ, ഇന്ത്യ മുഴുവനായിട്ട്. രണ്ടാമത് പറഞ്ഞത് എന്താണ്? ഇന്ത്യൻ പൗരന്മാരല്ലേ, അതായത് വിദേശത്ത് താമസിക്കുന്ന ഇന്ത്യൻ പൗരന്മാർക്കും എന്താണ് ഈ ഒരു നിയമം ബാധകമാണ്. കൂടാതെ ആരാണ്? ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള എന്തൊക്കെയാണ്? വിമാനം അതുപോലെ കപ്പലുകൾ, അവിടെയുള്ള വ്യക്തികൾക്കും ഈ ഒരു നിയമം എന്താണ് ബാധകമാണ്. ഇതാണ് ജൂറിസ്ഡിക്ഷൻ എന്നൊരു സെക്ഷനിലായിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് വരുന്നത്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത് നോക്കാനായിട്ട് പോകുന്നത് ഡെഫിനിഷൻസ് ആണ് കേട്ടോ. ഡെഫിനിഷൻസ് നമുക്ക് എല്ലാ ഡെഫിനിഷൻസ് ഒന്നും വേണ്ട. നമുക്കറിയാലേ ഈ ഒരു NTPS ആക്ട് നമ്മുടെ സിലബസിൽ 2 മാർക്കിനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, 2 മാർക്കാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നോക്കി പോയാൽ മതി. വളരെ വാരി വലിച്ചിട്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലൊക്കെ ഉള്ള പോലെ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം എന്ത് ചെയ്യുക, പഠിച്ചു പോകുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടെ ഡെഫിനിഷൻസിനെ കുറിച്ച് പറയുന്നുണ്ട്. നമുക്ക് ഏറ്റവും ആവശ്യമുള്ള ഡെഫിനിഷൻസ് മാത്രം നിങ്ങൾ നോക്കി വെച്ചാൽ മതി കേട്ടോ. ഡെഫിനിഷൻസ് ഏതാ സെക്ഷന്? സെക്ഷൻ 2 അല്ലേ? സെക്ഷൻ 2 എല്ലാ സബ്സെക്ഷനിലും മാറിയിട്ടാണ് വരിക. നമുക്കതിൻ്റെ സെക്ഷനും സബ്സെക്ഷൻ്റെ കാര്യം ഇതിൽ പഠിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, നമ്മൾ സെക്ഷൻ ഏതാണെന്ന് മനസ്സിലാക്കി വെക്കുക. സെക്ഷൻ 2 എല്ലാ ഡെഫിനിഷൻസും പറയുന്നത്. ഓക്കെ, അപ്പം അങ്ങനെയാണെങ്കിൽ അബ്കാരി ആക്ടിൽ ഏത് ഭാഗത്താണ്, ഏത് സെക്ഷനിലാണ് ഡെഫിനിഷൻ പറയുന്നത്? നിങ്ങൾ പറഞ്ഞേ, ഏത് ഭാഗത്താണ്? സെക്ഷൻ 3 അല്ലേ? നമ്മൾ പറഞ്ഞു സെക്ഷൻ 3 സബ്സെക്ഷൻസ് മാത്രമാണ് മാറുന്നത് അല്ലേ? അതിലുള്ള കള്ളിന്റെ ഡെഫിനിഷൻ ആണെങ്കിലും ചാരായം തുടങ്ങിയ എല്ലാതും എന്താണ് സെക്ഷൻ 3 ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ NTPS ആക്ടിൽ എല്ലാതും ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഏതിലാണ്? സെക്ഷൻ 2 ഓർത്തു വെച്ചേക്കുക, പരസ്പരം മാറരുത്. ഓക്കെ, ആദ്യം തന്നെ അല്ലേ അടിമ എന്താണ് ഇവിടെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? അടിമ എന്ന് പറഞ്ഞാൽ അഡിക്റ്റ് ആവും അല്ലേ? എന്താണല്ലേ നമ്മളെപ്പോഴും ഡ്രഗ്സുമായി ബന്ധപ്പെട്ട് എപ്പോഴും പറയുന്ന ഒരു വേർഡാണ് അല്ലേ അഡിക്റ്റ് അല്ലേ? ഇപ്പൊ ആ കുട്ടി അതിന് അഡിക്ഷൻ ആണെന്നൊക്കെ പറയില്ലേ? അപ്പൊ എന്താണ് അടിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ് നോക്കൂ, ഏതെങ്കിലും മയക്കുമരുന്ന് അല്ലെങ്കിൽ സൈക്കോട്രോപിക് പദാർത്ഥത്തിന് അടിമപ്പെട്ട ഒരു വ്യക്തി. ഓക്കെ അല്ലേ? നമ്മൾ അത് സ്ഥിരമായിട്ട് ഉപയോഗിക്കുമ്പോൾ എന്ത് ചെയ്യണം, അതിന് അടിമപ്പെട്ടു പോകുന്ന ആൾക്കാരുണ്ടാവും. അവരെയാണ് എന്ത് പറയുന്നത്? ഇതിന്റെ അഡിക്റ്റഡ് എന്ന് പറയുന്നത് അല്ലേ, അടിമ എന്ന് പറയുന്നത്. സെക്ഷൻ 2 ഇത് എന്ത് ചെയ്തിരിക്കുന്നത്? ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത ഡെഫിനിഷൻ നോക്കാം. നമുക്ക് ആവശ്യമുള്ളത് മാത്രം നോക്കിയാൽ മതി കേട്ടോ. അടുത്തത് നമുക്ക് കഞ്ചാവ് അല്ലേ? കഞ്ചാവ് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ? അപ്പൊ അതെന്താണെന്ന് നോക്കാം. കഞ്ചാവ് എന്ന് പറഞ്ഞതും സെക്ഷൻ 2 തന്നെയാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. എന്താണ് കഞ്ചാവ് എന്ന് പറഞ്ഞാൽ? കഞ്ചാവ് ചെടിയുടെ പുഷ്പിക്കുന്നതോ കായ്ക്കുന്നതോ ആയ അഗ്രഭാഗത്തു നിന്ന് ലഭിക്കുന്ന അസംസ്കൃതമോ ശുദ്ധീകരിച്ചതോ ആയ കറയിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന പശയാണ് എന്ത്? കഞ്ചാവ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ കഞ്ചാവ് ചെടി ഇവിടെ അല്ലേ കൊടുത്തിട്ടുണ്ട്. ഈ കഞ്ചാവ് ചെടിയുടെ അല്ലേ അഗ്രഭാഗത്ത് കാണുന്ന ഒരു പശയുണ്ട്. ഓക്കെ, ഇതിന്റെ മുകളിലായിട്ട്, താഴെയല്ല ഏറ്റവും മുകളിലായിട്ട് എന്താണ്? ഓക്കെ, ഈ മുകളിൽ ഭാഗത്തിലെ അഗ്രഭാഗത്ത് കാണുന്ന ഒരു പശയുണ്ട്. ഈ പശയാണ് എന്ത്? കഞ്ചാവ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഇതും ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഏതിലാണ്? സെക്ഷൻ 2 അടുത്തതല്ലേ കൊക്ക ഡെറിവേറ്റീവ് എന്നാൽ എന്താന്ന് പറയുന്നുണ്ട് അല്ലെ? കൊക്ക ഡെറിവേറ്റീവ് എന്താണ്? കൊക്കൈൻ നിർമ്മാണത്തിന് അല്ലെങ്കിൽ അതിന്റെ നേരിട്ടോ അല്ലാതെയോ ഉപയോഗിക്കുന്ന കൊക്കൈൻ ഇലയുടെ സത്താണ് അല്ലെ? നമ്മൾക്കറിയാം കൊക്ക ഇലയാണ് ഉപയോഗിക്കുന്നത് അല്ലെ? ഇലയുടെ ആ ഒരു ജ്യൂസ് ആണ് എന്തായിട്ട് എടുക്കുന്നത്? ഇവിടെ കൊക്ക ഡെറിവേറ്റീവ് ആയിട്ട് എടുക്കുന്നത്. ഓക്കെ, അപ്പൊ കൊക്കൈനിന്റെ എന്താണ് ഇലയാണ് കേട്ടോ ഇവിടെ അത് ഓർത്ത് വെച്ചേക്കാം. കൊക്കൈനിന്റെ ഇലയുടെ ജ്യൂസ് ആണ് എന്ത്? കൊക്ക ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഇനി അടുത്ത ഡെഫിനിഷൻസ് നോക്കാം. ഇതൊന്നും നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമുക്ക് ആവശ്യമില്ലാത്ത കുറെ കാര്യങ്ങളൊക്കെ ബുക്കിലുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഏറ്റവും ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം നോക്കി പോകാം. അടുത്തത് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ഡെഫിനിഷനാണ് കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, എന്താണല്ലേ വാണിജ്യ അളവ് എന്ന് പറയുന്നത്? എന്താണ് വാണിജ്യ അളവ് എന്ന് പറഞ്ഞാല്? വാണിജ്യ അളവുണ്ട്, അതുപോലെ
സ്മോൾ ക്വാണ്ടിറ്റി ഉണ്ട്, അതുപോലെ ഇൻ ബിറ്റ്വീൻ ഇതിൻ്റെ ഇടയിൽ വരുന്ന ഒരു ക്വാണ്ടിറ്റിയും ഉണ്ട്. ഓക്കെ, എന്താണെന്ന് നോക്കാം. ഈ മയക്കുമരുന്ന് അതുപോലെ മറ്റ് സൈക്കോട്രോപിക് പദാർത്ഥങ്ങളെ അല്ലെ അതുമായി ബന്ധപ്പെട്ടിട്ട് നമ്മുടെ കേന്ദ്ര സർക്കാർ എന്ത് ചെയ്തിട്ടുണ്ട്, അവരുടെ വിജ്ഞാപനത്തിൽ ഓരോന്നും എത്രയാണ് അതിന്റെ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അതിന്റെ സ്മോൾ ക്വാണ്ടിറ്റി, ഇപ്പം നമ്മളിപ്പോൾ കൊക്കൈൻ്റെ കേസ് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെന്താ ഒരു സ്മോൾ ക്വാണ്ടിറ്റി ഉണ്ടായിരിക്കും, അതുപോലെ അതിന് അല്ലേ ഒരു മീഡിയം ക്വാണ്ടിറ്റി ഉണ്ടായിരിക്കും, പിന്നെന്താ ഒരു കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി ഉണ്ടായിരിക്കും. ഇപ്പം ഏത് പദാർത്ഥം എടുത്തു കഴിഞ്ഞാലും ഇതിന് എന്തുണ്ടായിരിക്കും, ഇങ്ങനെ 3 തരമായിട്ട് തരംതിരിച്ചിട്ടുണ്ടായിരിക്കും. ഒരു സ്മോൾ ക്വാണ്ടിറ്റി ഉണ്ടാവും, അതുപോലെ ഒരു അതിൻ്റെ ഇടയിൽ മീഡിയത്തിൽ വരുന്നതൊന്നുണ്ടാവും, പിന്നെന്താണ് കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി ഉണ്ടാവും. ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ കൊടുത്തിട്ടുള്ളത്? അതായത് അല്ലേ നമുക്ക് ഈ ഡ്രഗ്സുമായി ബന്ധപ്പെട്ടില്ല എന്തെങ്കിലും കേസൊക്കെ വരും അല്ലേ. അപ്പോൾ അതായത് എന്താണ് ഇപ്പോൾ ഡ്രഗ്സുമായിട്ട് പല ആൾക്കാരും പിടിക്കുന്നത് കണ്ടിട്ടില്ലേ. അപ്പോൾ അവരുടെ കയ്യിലുള്ള ഏത് ഡ്രഗ്സ് ആണോ, അപ്പോൾ കൊക്കൈൻ ആണോ അല്ലെങ്കിൽ മറ്റ് എന്താ MDMA ഒക്കെ ആണെങ്കിൽ അവരുടെ കയ്യിലുള്ള ക്വാണ്ടിറ്റി, ഓക്കെ, അപ്പോൾ അവരെ പിടിച്ചെടുക്കുന്ന സമയത്ത് അവരുടെ കയ്യിൽ എത്ര ക്വാണ്ടിറ്റി ഉണ്ട് അതിനനുസരിച്ചിട്ടായിരിക്കും എന്ത് അവരുടെ കേസിൻ്റെ അല്ലെങ്കിൽ അവരുടെ ശിക്ഷ തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, അപ്പോൾ കുറഞ്ഞ ക്വാണ്ടിറ്റി ആണെങ്കിൽ ആ ശിക്ഷ ആയിരിക്കില്ല നമ്മുടെ അയാളുടെ കയ്യിൽ കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി ആയിട്ടുണ്ടെങ്കിൽ അത് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അതായത് സ്മോൾ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഒരു അല്ലെ ഇവരുടെ വിജ്ഞാപന പ്രകാരം എന്ത് ചെയ്തിട്ടുണ്ടാവും, സ്മോൾ ക്വാണ്ടിറ്റി എന്നൊരു അളവുണ്ടായിരിക്കും. ആ അളവിനേക്കാളും കൂടുതലായിരിക്കും എന്ത് കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു കേസിൽ ഒരാളെ ഇതുമായി ബന്ധപ്പെട്ട് പിടിക്കുകയാണെങ്കിൽ ഇപ്പം അയാളുടെ കയ്യിൽ ഉള്ള ഇപ്പോൾ ഏതെങ്കിലും ഡ്രഗ്സ് അയാളുടെ കയ്യിൽ ഉണ്ടാവുമല്ലോ. അപ്പോൾ MDMA ആണെങ്കിൽ അയാളുടെ കയ്യിലുള്ള അതിൻ്റെ അളവ് നമ്മൾ നോക്കും. ആ നോക്കുന്ന അളവ് നമ്മുടെ വിജ്ഞാപന പ്രകാരം സ്മോൾ ക്വാണ്ടിറ്റി ആണെങ്കിൽ എന്ത് ചെയ്യും, അതുമായി ബന്ധപ്പെട്ട ശിക്ഷയായിരിക്കും അയാൾക്ക് കിട്ടുക. ഇനി അത് അദ്ദേഹത്തിന്റെ കയ്യിലെ സ്മോൾ ക്വാണ്ടിറ്റിനേക്കാൾ കൂടുതൽ ആണെങ്കിൽ അതൊരു കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി ആയി മാറിയിട്ടുണ്ടാവും. അപ്പം എന്താണ് അവരുടെ ശിക്ഷ കൂടും. ഓക്കെ, ഇതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തിട്ടുണ്ട്, വാണിജ്യ അളവ് അതുപോലെ സ്മോൾ ക്വാണ്ടിറ്റി അളവ് എന്നൊക്കെ പറഞ്ഞിട്ട് കേന്ദ്ര സർക്കാർ വിജ്ഞാപനങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത്. ക്ലിയർ അല്ലേ? അടുത്ത ഭാഗത്തിലോട്ട് പോകാം. ഓക്കെ, അടുത്തത് എന്താണ്, നിയന്ത്രിത ഡെലിവറി എന്നാൽ എന്താണെന്ന് പറഞ്ഞിട്ടുള്ളത്. എന്താണ് നിയന്ത്രിത ഡെലിവറി എന്ന് പറഞ്ഞാൽ? കൺട്രോൾഡ് ഡെലിവറി. ഓക്കെ, നോക്കാം. NDPS നിയമപ്രകാരം അധികാരപ്പെടുത്തിയ ഒരു ഉദ്യോഗസ്ഥന്റെ അറിവോടും മേൽനോട്ടത്തോടും കൂടി കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട ആളുകളെ തിരിച്ചറിയുന്നതിനു വേണ്ടി മയക്കുമരുന്ന്, സൈക്കോട്രോപിക് പദാർത്ഥങ്ങൾ, നിയന്ത്രിത പദാർത്ഥങ്ങൾ അല്ലെങ്കിൽ അവയ്ക്ക് പകരമുള്ള വസ്തുക്കളുടെ അനധികൃതമായ അല്ലെങ്കിൽ സംശയാസ്പദമായ ചരക്കുകൾ ഇന്ത്യൻ അതിർത്തിയിലൂടെ കൈമാറ്റം ചെയ്യാൻ അനുവദിക്കുന്ന സാങ്കേതികത. ഓക്കെ, എന്താണെന്ന് മനസ്സിലായോ? അതായത് ഇവിടെ എന്തായിരിക്കും, ഇതുമായി ബന്ധപ്പെടുത്തിയിട്ട് നിയമിച്ചിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരുണ്ടാവും അല്ലെ. നമ്മുടെ നാർക്കോട്ടിക് ഡ്രഗ്സുമായി അതുമായൊക്കെ ബന്ധപ്പെട്ടിട്ടുണ്ടാവും ഉദ്യോഗസ്ഥന്മാരുണ്ടാവും അല്ലെ. അവരുടെ അനുമതിയോട് കൂടിയിട്ട് ഇങ്ങനെ ഈ ഡ്രഗ്സ് ഒക്കെ എന്ത് ചെയ്യാം, നമ്മുടെ ഇന്ത്യൻ അതിർത്തിയിൽ നിന്ന് കടത്താൻ അനുമതി ഉള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, നിയന്ത്രിത ഡെലിവറി എന്ന് പറയുന്നത്. അത് എങ്ങനത്തെ കേസിലാണ് വരിക അല്ലെ? നമുക്കറിയാം ഇങ്ങനത്തെ ഡ്രഗ്സുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കുറ്റകൃത്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ട് നമ്മുടെ സാധനമൊക്കെ പിടിച്ചെടുത്തിട്ടൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഇത് വേറൊരു സ്ഥലത്ത് നിന്ന് മാറ്റുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് എന്ത് ചെയ്തിട്ടുണ്ടാവും, ഒരു നിയന്ത്രിത ഡെലിവറി കൊടുത്തിട്ടുണ്ടായിരിക്കും. അതായത് കൺട്രോൾഡ് ഡെലിവറി എന്നാണ് ഇതിനെ പറയുക അല്ലെ. എന്തിനു വേണ്ടിയിട്ടാണ് ഇവർക്ക്, അതായത് ഈ ഉദ്യോഗസ്ഥന്മാർക്ക് ഇതിനുള്ള ഒരു അനുമതി ആയിരിക്കും, ഇത് കടത്താൻ വേണ്ടിയിട്ടുള്ള അനുമതി ആയിരിക്കും. ഈ ഒരു ടേം ആണ് നിയന്ത്രിത ഡെലിവറി എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? നമുക്ക് മനസ്സിലാക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള ഏരിയ ആണ്, പക്ഷെ എന്താണ് സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. നിങ്ങൾ എന്തെങ്കിലും ജസ്റ്റ് വായിച്ച് നോക്കിയാൽ മതി. അടുത്തൊരു ഭാഗം നോക്കാം. അടുത്തൊരു ഭാഗമാണ് ഇല്ലിസിറ്റ് ട്രാഫിക് എന്ന് പറയുന്നത്. ഓക്കെ, ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അതും ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഇതിലാണ്, സെക്ഷൻ 2-ലാണ്. ഓക്കെ, എന്താണ് ഇല്ലിസിറ്റ് ട്രാഫിക് എന്ന് പറഞ്ഞാൽ അല്ലെ, അനധികൃതമായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ അല്ലേ. അതായത് മയക്കുമരുന്ന് അതുപോലെ മറ്റ് സൈക്കോട്രോപിക് പദാർത്ഥങ്ങളുമായി ബന്ധപ്പെട്ട് അനധികൃതമായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ. എന്താണ് ഈ അനധികൃതമായിട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ അല്ലെ, അത് നിർമ്മിക്കുക. അതായത് ഇപ്പൊ നമ്മൾക്കറിയാം കഞ്ചാവ് ചെടിയൊക്കെ അല്ലെ പല സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ അല്ലെ. കഞ്ചാവ് ചെടിയൊക്കെ നമ്മുടെ ടെറസിന്റെ മുകളിലൊക്കെ നട്ടുപിടിപ്പിക്കുന്നത്. ഇതൊക്കെ എന്താണ്, ഇല്ലിസിറ്റ് ട്രാഫിക്കിന്റെ കീഴിൽ വരുന്നതാണ്. അതായത് അനധികൃതമായിട്ട് എന്ത് ചെയ്യുക, അതിന്റെ നിർമ്മാണം അതുപോലെ അതുമായി ബന്ധപ്പെട്ടിട്ട് എന്ത് ചെയ്യാം, അതുമായി ബന്ധപ്പെട്ടുള്ള വിൽപ്പന നടത്തുക, കൈവശം വെക്കുക. അതുപോലെ കറുപ്പ്, ഒപ്പിയം എന്ന് പറയുന്നത് എന്താണ്, കറുപ്പിനെയാണ് അല്ലെ. അത് മറ്റൊരു എന്താണ്, ഡ്രഗ്സ് ആണ് അല്ലെ. അതും ഇതേപോലെ തന്നെ വളർത്തിയെടുക്കുക. ഇതൊക്കെ എന്താണ്, ഇല്ലിസിറ്റ് ട്രാഫിക്കിന്റെ കീഴിൽ വരുന്നതാണ്. അതായത് അനധികൃതമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഓക്കെ, ഇല്ലിസിറ്റ് ട്രാഫിക് എന്താന്ന് മനസ്സിലായില്ലേ? എന്താണ് ഇല്ലിസിറ്റ് ട്രാഫിക് എന്ന് പറഞ്ഞാൽ? അനധികൃതമായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ. ഈ മയക്കുമരുന്ന് അതുപോലെ സൈക്കോട്രോപിക് പദാർത്ഥങ്ങളുമായി ബന്ധപ്പെട്ട് അനധികൃതമായി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എന്തിൽ വരും, ഇല്ലിസിറ്റ് ട്രാഫിക് എന്നൊരു വേർഡിൽ വരും അല്ലേ. അതായത് കൊക്കോ ചെടി അല്ലെങ്കിൽ എന്ത് ചെയ്യാം, കഞ്ചാവ് ചെടി മറ്റുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, നമ്മൾ സ്വന്തമായിട്ട് നട്ടുപിടിപ്പിക്കുക. കൂടാതെ മറ്റു ഡ്രഗ്സുകളൊക്കെ എന്ത് ചെയ്യാം, കൈമാറ്റം ചെയ്യുക അല്ലെങ്കിൽ എന്ത് ചെയ്യുക, അതിന്റെ വിൽപ്പന നടത്തുക.
ഇതൊക്കെ എന്താണ് ഇല്ലിസിറ്റ് ട്രാഫിക് എന്നൊരു വേർഡിന്റെ കീഴിൽ വരുന്നതാണ് കേട്ടോ. അപ്പം അതും കൂടി എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കാം. ഇനി നമുക്ക് നോക്കാനുള്ളത് മയക്കുമരുന്ന് അല്ലേ. സെക്ഷൻ 2 14 മയക്കുമരുന്നിനെ പറ്റി പറയുന്നത്. ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് അവരുടെ സെക്ഷൻ ഒന്ന് പഠിച്ചു വെച്ചേക്കുക. ഏതാണ്? സെക്ഷൻ 2 14 കേട്ടോ. സോറി, സെക്ഷൻ 2 14. ഓക്കെ, സെക്ഷൻ 2 14 എന്തിനെ പറ്റി പറയുന്നത്? മയക്കുമരുന്നിനെ പറ്റി പറയുന്നത്. നമുക്കറിയാലേ, ഈ ഒരു നിയമം തന്നെ പറയുന്നത് എന്താണ്? നാർക്കോട്ടിക് ഡ്രഗ്സിനെ കുറിച്ചിട്ടാണ് അല്ലേ. അപ്പൊ മയക്കുമരുന്ന് എന്നാൽ എന്താണെന്ന് ചോദിച്ചാൽ എന്താണ് അല്ലേ? കൊക്ക, അതുപോലെ കൊക്കൻ്റെ ഇല, അതുപോലെ കഞ്ചാവ്, കറുപ്പ്, പോപ്പി സ്ട്രോ, ഇവ കൂടാതെ ഏതൊക്കെയുണ്ട്? മറ്റു ഉൽപ്പാദിക്കപ്പെടുന്ന എല്ലാ മരുന്നുകളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഓക്കെ, മയക്കുമരുന്ന് എന്നൊരു വേർഡിന്റെ കീഴിൽ വരുന്നത് എന്തൊക്കെയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെ വരുന്നുണ്ട്? കൊക്ക ഇല, കഞ്ചാവ്, അതുപോലെ കറുപ്പ്, പോപ്പി സ്ട്രോ തുടങ്ങിയിട്ടുള്ള ഡ്രഗ്സുകളും അതുപോലെ മറ്റു എന്താ പറയുക ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന മരുന്നുകളും ഇതിന്റെ ലിസ്റ്റിൽ വരുന്നതാണ്. ഓക്കെ, അതാണ് നർക്കോട്ടിക് ഡ്രഗ്സ് എന്ന് പറയുന്നത്. ഏത് സെക്ഷനാണ്? സെക്ഷൻ 2 14 ഇത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അതൊന്നും എന്ത് ചെയ്യുക, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കാം. നമുക്ക് പ്രത്യേകം ഈ ഒരു ടേം പറയുന്നത് കൊണ്ട് തന്നെ ഇത് ചോദിക്കാനൊരു സാധ്യത കാണുന്നുണ്ട്. ഓക്കെ, ഏതാണ് സെക്ഷൻ? സെക്ഷൻ 2 14 ഇതിനെ കുറിച്ചിട്ട് പറയുന്നത്. ഓക്കെ, അടുത്തത് എന്താണ്? കറുപ്പ് അല്ലേ. കറുപ്പ്, ഓപ്പിയം. ഓപ്പിയം എന്ന് പറഞ്ഞാൽ എന്താണ്? കറുപ്പാണ്. കറുപ്പ് എന്തെന്ന് എടുക്കുന്നത് അല്ലേ? പോപ്പി എന്ന് പറഞ്ഞിട്ടൊരു ചെടി ഉണ്ട് അല്ലേ. പോപ്പി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചെടിയിൽ നിന്നാണ് എന്തെടുക്കുന്നത്? കറുപ്പ് എടുക്കുന്നത്. ഈ പോപ്പി എന്ന ചെടിയുടെ മുകൾ ഭാഗത്ത് ഇതേപോലെ തന്നെ എന്തുണ്ട്? ഒരു പശയുണ്ട്. അതിന്റെ ജ്യൂസ് ആണ് അല്ലെ, ഒരു കട്ടിയായിട്ടുള്ള പശയാണ്. അതെന്താണ്? ആ ജ്യൂസ് ആക്കി എടുക്കുന്നതാണ് എന്ത്? കറുപ്പ് എന്ന് പറയുന്നത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ട് ഏതാണ് ചെടി ചോദിച്ചാൽ ഏതാണ്? പോപ്പിയാണ് കേട്ടോ. അതും കൂടി ഒന്ന് ഓർത്ത് വെച്ചേക്കാം. കറുപ്പ് എടുക്കുന്നത് ഏതാണ്? കറുപ്പ് എന്ന് പറയുന്നത് ഓപ്പിയം. ഓക്കെ, അപ്പൊ ഓപ്പിയം ഏതെന്ന് എടുക്കുന്നത് വെച്ചാൽ പോപ്പി എന്നൊരു ചെടിയിൽ നിന്നാണ്. ക്ലിയർ അല്ലേ? അടുത്തത് നമുക്ക് നോക്കാനുള്ളത്, ഇതൊക്കെ ഒന്ന് അത്ര ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യങ്ങളല്ല കേട്ടോ. ഇതാണ് ആ പോപ്പി എന്ന് പറഞ്ഞ ചെടി കേട്ടോ. ഒന്ന് ഓർത്ത് വെച്ചേക്കാം. ഇതിന്റെ മുകളിലായിട്ടൊരു മുകുളം കണ്ടിട്ടില്ലേ? ഈ ഒരു ഭാഗത്തു നിന്ന് എടുക്കുന്ന ഒരു പശയുണ്ട്. ഇത് ജ്യൂസ് ആക്കിയിട്ടാണ് എന്തെടുക്കുന്നത്? കറുപ്പൊക്കെ എടുക്കുന്നത്. ഇനി നമുക്ക് പഠിക്കാനായിട്ടുള്ളത്, നമ്മൾ മുമ്പ് പറഞ്ഞില്ലേ, സ്മോൾ ക്വാണ്ടിറ്റി അതുപോലെ മീഡിയം വരുന്നുണ്ട്, കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി അല്ലേ. അതായത് നമുക്ക് നമ്മുടെ കേന്ദ്ര സർക്കാർ വിജ്ഞാപനത്തിലൂടെ അല്ലേ ഓരോ ഡ്രഗ്സിന്റെ അളവ് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതായത് അതിന്റെ സ്മോൾ ക്വാണ്ടിറ്റി എത്രയാണെന്നും അതുപോലെ മീഡിയം ക്വാണ്ടിറ്റി എത്രയാണെന്നും അതുപോലെ കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി എത്രയാണെന്നൊക്കെ കൃത്യമായിട്ട് പറയുന്നുണ്ട് അല്ലേ. എന്തെങ്കിലും കേസുമായി ബന്ധപ്പെട്ടിട്ട് അല്ലേ, നമ്മളിപ്പോൾ ഒരാളെ പിടിക്കുകയാണെങ്കിൽ അയാളുടെ കയ്യിലുള്ള ഡ്രഗ്സ് അതിന്റെ അളവ് നോക്കിയിട്ടാണ് അയാൾക്കുള്ള ശിക്ഷയൊക്കെ കൊടുക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അല്ലെ ഓരോ ഡ്രഗ്സും അതിന്റെ സ്മോൾ ക്വാണ്ടിറ്റി മീഡിയം ക്വാണ്ടിറ്റി എത്രയാന്നൊക്കെ നോക്കാം. ഇത് നമുക്ക് ലിസ്റ്റിൽ ഒരുപാടെണ്ണം ഉണ്ട്. പക്ഷെ നമുക്ക് എന്ത് വേണ്ട, എല്ലാതൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടല്ലേ എപ്പോഴും കാണപ്പെടുന്ന ഡ്രഗ്സുകൾ അതിന്റെ സ്മോൾ ക്വാണ്ടിറ്റിയും കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റിയും ഒക്കെ നിങ്ങൾ നോക്കി വെക്കുന്നത് നന്നായിരിക്കും. ക്ലിയർ അല്ലേ? നമുക്ക് ഫസ്റ്റ് നോക്കാം ഹെറോയിൻ അല്ലേ. ഇത് ബ്രൗൺ ഷുഗർ എന്നറിയപ്പെടുന്ന ഈ ഒരു ഹെറോയിനിൽ സ്മോൾ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് എത്രയാണ്? 5 gram ആണ് കേട്ടോ. അപ്പൊ ഇതിന്റെ സ്മോൾ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് എത്രയാണ്? 5 gram ആണ്. ഓർത്ത് വെച്ചേക്കുക. ഇനി അതിന്റെ ഒരു മീഡിയം ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് എത്രയാണ്? 5 gram മുതൽ 250 gram വരെ എന്താണ് അതിന്റെ ഒരു മീഡിയം ക്വാണ്ടിറ്റിയാണ്. ഇനി കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്? കൂടുതലേ 250 ഗ്രാമിലും കൂടുതലാണെങ്കിൽ അതെന്താണ്? കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റിയാണ്. ഇപ്പൊ ഒരാളെ ഇതുമായി ബന്ധപ്പെട്ടിട്ട് പിടിക്കുകയാണെങ്കിൽ അയാളുടെ കയ്യിലല്ലേ 250 ഗ്രാമിലും കൂടുതൽ ഈ ഒരു ഐറ്റം ബ്രൗൺ ഷുഗർ ഉണ്ടെങ്കിൽ അല്ലെ അയാൾക്കുള്ള ശിക്ഷ എന്തായിരിക്കും? വലുതായിരിക്കും അല്ലേ. അപ്പൊ ഇതൊക്കെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടൊക്കെയാണ് ഇങ്ങനെ ഓരോന്നിനും പ്രത്യേക അളവുകളൊക്കെ കൊടുത്തിട്ടുള്ളത്. ക്ലിയർ അല്ലേ? അപ്പൊ ഹെറോയിൻ നമ്മൾ പറഞ്ഞു 5 gram ആണ്. എന്താ സ്മോൾ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 5 gram ആണ്. എന്നാൽ കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി എത്രയാണ്? 250 ഗ്രാമിന് മുകളിലാണ്. ഓക്കെ, അടുത്ത് നോക്കാം മോർഫിൻ ആണ്. മോർഫിന്റെ അളവ് എത്രയാണ്? സെയിം സാധനം തന്നെയാണ് അല്ലേ. സെയിം അളവ് തന്നെയാണ്. 5 gram തന്നെയാണ് സ്മോൾ ക്വാണ്ടിറ്റിയും. മീഡിയം എത്രയാണ്? 5 മുതൽ 250 വരെയും. കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് എത്രയാണ്? 250 ഗ്രാമിന് മുകളിലാണ്. ഓക്കെ, അപ്പൊ ഹെറോയിനും മോർഫിനും എന്താ? സെയിം ആണ്. പഠിച്ചു വെച്ചേക്കാം. അതായത് സ്മോൾ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 5 ആണ്. കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി 250 ഗ്രാമിന് മുകളിലുമാണ്. അടുത്തത് കൊക്കൈൻ ആണെങ്കിൽ എത്രയാണ്? കൊക്കൈൻ ആണെങ്കിൽ 2 gram ആണെങ്കിൽ അതെന്താണ്? സ്മോൾ ക്വാണ്ടിറ്റിയാണ്. കൊക്കൈനിൽ 2 gram ആണെങ്കിൽ സ്മോൾ ക്വാണ്ടിറ്റിയാണ്. പിന്നെ 2 മുതൽ 100 വരെ എത്രയാണ്? മീഡിയം ക്വാണ്ടിറ്റിയിലും. 100 ഗ്രാമിന് മുകളിലാണെങ്കിൽ അതെന്തായി? കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റിയുമായി. ഓക്കെ, അപ്പോൾ ഹെറോയിനും മോർഫിനും 5 gram മതി സ്മോൾ ക്വാണ്ടിറ്റിക്ക്. കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി എത്തുമ്പോൾ എത്രയായി? അത് 250 gram ആയി. എന്നാൽ കൊക്കൈൻ ആണെങ്കിൽ 2 gram ആണ് സ്മോൾ ക്വാണ്ടിറ്റി. അത് കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റിയിൽ എത്തുമ്പോൾ 100 ഗ്രാമിന് മുകളിലാണ്. ഓക്കെ, അടുത്ത് നമുക്ക് കനാബിസ് അല്ലേ, അതായത് കഞ്ചാവിന്റെ അളവ് ഒന്ന് പഠിച്ചു വെച്ചേക്കാം. എത്രയാണ്? 100 gram ആണ് കേട്ടോ. 100 gram ആണ്. ഇതെന്താണ്? കഞ്ചാവാണ് കേട്ടോ.
കഞ്ചാവ്. ഓക്കെ, അപ്പൊ കഞ്ചാവിന്റെ അളവ് അല്ലേ, സ്മോൾ ക്വാണ്ടിറ്റി എത്രയാ, 100 ഗ്രാം ആയ തന്നെ അതെന്താണ്, സ്മോൾ ക്വാണ്ടിറ്റിയാണ്. അപ്പൊ എങ്ങനെയായിരിക്കും നമ്മുടെ കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി എത്രയായിരിക്കും അല്ലെ, 1 കിലോയ്ക്ക് മുകളിലാണെങ്കിൽ എന്താണ് അത് കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റിയാണ്. ഓർത്ത് വെച്ചേക്കുക, കഞ്ചാവൊക്കെ ചോദിക്കാൻ സാധ്യത ഉണ്ട് അല്ലെ. കഞ്ചാവിന്റെ സ്മോൾ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് എത്രയാണ്, 100 ഗ്രാം ആണ്. നമുക്ക് മീഡിയം ക്വാണ്ടിറ്റി അങ്ങനെ നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ സ്മോൾ ക്വാണ്ടിറ്റിയും കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റിയും ഒന്ന് പഠിച്ചു വെച്ചേക്കാം കേട്ടോ. ക്ലിയർ അല്ലേ? അപ്പോൾ മീഡിയം ക്വാണ്ടിറ്റി നമുക്ക് കിട്ടില്ലല്ലേ, ഇതിന്റെ ഇടയിലുള്ളതായിരിക്കും. അപ്പോൾ എന്താ, സ്മോൾ ക്വാണ്ടിറ്റിയും കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റിയും കൃത്യമായിട്ടൊന്ന് പഠിച്ചു വെച്ചേക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം. ഓക്കെ, അപ്പൊ കഞ്ചാവിലെ കഞ്ചാവിനെ കുറിച്ചിട്ട് എത്രയാണ് പറഞ്ഞത്, സ്മോൾ ക്വാണ്ടിറ്റി 100 ഗ്രാം ആണ് അല്ലെ. സ്മോൾ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 100 ഗ്രാം ആണ്. അപ്പൊ കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി വളരെ കൂടുതലായിരിക്കും അല്ലെ, 1 കിലോ വരെയാണ് അല്ലെ, 1 കിലോന്റെ മുകളിലാണ് എന്ത്, കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ തന്നെ അല്ലെ ഗഞ്ച അല്ലെ, കഞ്ചാവിന്റെ മറ്റൊരു വകഭേദമാണ് ഗഞ്ച എന്ന് പറയുന്നത്. അതും കൂടി ഓർത്ത് വെച്ചേക്കാം. അതെത്രയാണ്, 1 കിലോഗ്രാം ആണ് അതിന്റെ സ്മോൾ ക്വാണ്ടിറ്റി അല്ലെ, വളരെ കൂടുതലാണ് അല്ലെ. കൂടുതലാണെങ്കിൽ എന്താണ്, ഇത് സ്മോൾ ക്വാണ്ടിറ്റിന്റെ ഗണത്തിലാണ് വരുന്നത്. 1 കിലോഗ്രാം വരെ വരുന്നുണ്ട് എന്ത്, സ്മോൾ ക്വാണ്ടിറ്റിയിൽ. എന്നാൽ അതിന്റെ കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി എത്രയാണ്, 20 കിലോഗ്രാം വരെ വരുന്നുണ്ട്. ഓക്കെ, മാറിപ്പോയത്, കഞ്ചാവാണെങ്കിൽ എത്രയാണ്, 100 ഗ്രാം ആണ് അല്ലെ സ്മോൾ ക്വാണ്ടിറ്റി. അതിന്റെ കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി ആണെങ്കിലോ 1 കിലോഗ്രാം വരെയാണ്. 1 കിലോഗ്രാം വരെയല്ല, 1 കിലോഗ്രാമിന് മുകളിലാണ്. എന്നാൽ ഗഞ്ച എത്രയാണ്, 1 കിലോഗ്രാം തന്നെയാണ് സ്മോൾ ക്വാണ്ടിറ്റി. അതിന്റെ കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റിയിലോട്ട് വരുമ്പോൾ എത്രയായി, 20 കിലോഗ്രാമിന് മുകളിലാണ്. ക്ലിയർ അല്ലേ? ഇനി ഒപ്പിയം അല്ലെ, കറുപ്പ്, അതും കൂടി ഓർത്ത് വെച്ചേക്കുക. കറുപ്പ് എത്രയാണ്, നമുക്ക് 25 ഗ്രാം ആണ് കേട്ടോ. കറുപ്പ് സ്മോൾ ക്വാണ്ടിറ്റി എത്രയാണ്, 25 ഗ്രാം ആണ്. 25 ഗ്രാം ആണ്. അതുപോലെ അതിന്റെ കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 2.5 കിലോഗ്രാമിന് മുകളിലാണ്. ഓക്കെ, അപ്പൊ ഒപ്പിയം അല്ലെ, കറുപ്പാണ്. അതിന്റെ സ്മോൾ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് എത്രയാണ്, 25 ഗ്രാം ആണ്. അതിന്റെ കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി എന്ന് വരുമ്പോൾ എത്രയാണ് അല്ലെ, 2.5 കിലോഗ്രാമിനും മുകളിലാണ്. ഇനി നമുക്ക് നോക്കാനുള്ളത്, ഇതൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. പിന്നെ ലാസ്റ്റ് വൺ MDMA അല്ലെ, അത് പഠിച്ചു വെച്ചേക്കാം, ചോദിക്കാം അല്ലെ. MDMA അല്ലെ, ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കൂടുതലായിട്ട് കണ്ടുവരുന്നതാണ് MDMA പോലുള്ള ഡ്രഗ്സുകൾ അല്ലെ. അപ്പൊ അതിന്റെ ഒരു സ്മോൾ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് എത്രയാണ്, 0.5 ഗ്രാം ആണ് കേട്ടോ. അല്ലെ, വളരെ ചെറിയ ഗ്രാം ആണ്, അത്രയും ഡേഞ്ചറും ആണ് അല്ലെ. അപ്പൊ എന്താണ്, അത് തന്നെ എന്താണ്, സ്മോൾ ക്വാണ്ടിറ്റിയാണ്, 0.5 ഗ്രാം. അപ്പൊ അതിന്റെ കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് എത്രയാണ് അല്ലെ, 10 ഗ്രാമിന്റെ മുകളിലൊക്കെ ആണെങ്കിൽ എന്താണ്, അത് കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി ആണ് അല്ലെ. അതുമായി ബന്ധപ്പെട്ടുള്ള ശിക്ഷകൾ എന്തായിരിക്കും, വളരെ കൂടുതലായിരിക്കും. അപ്പൊ MDMA എത്രയാണ്, 0.5 ഗ്രാം ആണ് എന്ത് വരുന്നത്, സ്മോൾ ക്വാണ്ടിറ്റിയിൽ വരുന്നത്. എന്നാൽ അതിന്റെ കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി എത്രയാണ്, 10 ഗ്രാമിന് മുകളിലാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇത്രയും എടുത്ത കാര്യങ്ങളൊന്നും നോക്കാം. ആദ്യം നമുക്ക് ഈ ഒരു ബോക്സ് ഒന്ന് കൃത്യമായിട്ട് പഠിക്കാം. നമുക്ക് പഠിക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടായിരിക്കും ഇങ്ങനത്തെ നമ്പേഴ്സ് ഒക്കെ പഠിക്കുമ്പോൾ. നിങ്ങൾ എന്ത് ചെയ്യാം, ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഒരു ലെക്ചർ നോട്ടായിട്ട് കൃത്യമായിട്ട് എഴുതുക. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങളൊരു പേപ്പറിൽ എഴുതിയിട്ട് നിങ്ങൾ പഠിക്കുന്ന ഭാഗത്ത് ഒട്ടിച്ച് വെക്കുക. ഡെയിലി ഇതിങ്ങനെ കാണുമ്പോൾ എന്ത് ചെയ്യും, നിങ്ങളത് ഓട്ടോമാറ്റിക്കായിട്ട് പഠിച്ചു പോകും കേട്ടോ. അങ്ങനെയൊക്കെ തന്നെ പഠിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ഹെറോയിൻ അല്ലേ, ബ്രൗൺ ഷുഗർ നമ്മുടെ സ്മോൾ ക്വാണ്ടിറ്റി എത്രയാ പറഞ്ഞത്, 5 ഗ്രാം ആണ് അല്ലെ. ഹെറോയിൻ ആണെങ്കിലും മോർഫിൻ ആണെങ്കിലും സെയിം ആണ്, പഠിച്ചു വെച്ചേക്കാം അല്ലെ. ഹെറോയിനും മോർഫിനും സ്മോൾ ക്വാണ്ടിറ്റി 5 ഗ്രാം മതി. ഓക്കെ, 5 ഗ്രാം ആണെങ്കിൽ തന്നെ അതെന്താണ്, സ്മോൾ ക്വാണ്ടിറ്റി ആണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് എത്രയാണ്, 250 ഗ്രാം ആണ്. ഓക്കെ, ഇനി കൊക്കൈൻ ആണെങ്കിൽ എത്രയാണ്, സ്മോൾ ക്വാണ്ടിറ്റി 2 ഗ്രാം ആണ് അല്ലെ. അതിന്റെ കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റിയിലോട്ട് വരുമ്പോൾ അത് 100 ഗ്രാമിന് മുകളിലാണ്. ഓക്കെ, പിന്നെന്താണ്, കൊക്ക ലീഫ് ആണെങ്കിലോ അത് നമുക്ക് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. നമുക്ക് കഞ്ചാവ് പറയാം അല്ലെ. കഞ്ചാവിന്റെ അളവ് എത്രയാണ് പറഞ്ഞിട്ടുള്ളത്, 100 ഗ്രാം ആണ്. 100 ഗ്രാം ആണ് എന്ത്, സ്മോൾ ക്വാണ്ടിറ്റിയിൽ വരുന്നത്. അതിന്റെ കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി ആണെങ്കിൽ 1 കിലോഗ്രാമിന് മുകളിലാണ്. പിന്നെ ഗഞ്ച എത്രയാണ്, 1 കിലോഗ്രാം ആണ് അല്ലെ. 1 കിലോഗ്രാം ആണ് അതിന്റെ സ്മോൾ ക്വാണ്ടിറ്റി. 20 കിലോഗ്രാമിന് മുകളിലാണ് അതിന്റെ കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. കറുപ്പാണെങ്കിൽ എത്രയാണ്, 25 ഗ്രാം ആണ് എന്ത്, സ്മോൾ ക്വാണ്ടിറ്റിയിലും. കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി ആണെങ്കിൽ 2.5 കിലോഗ്രാം ആണ്. പിന്നെ നമ്മൾ MDMA പറഞ്ഞില്ലേ, MDMA എത്രയാണ്, 0.5 ഗ്രാം ആണെങ്കിൽ തന്നെ എന്താണത്, സ്മോൾ ക്വാണ്ടിറ്റി ആണ്. പിന്നെ എത്രയാ, 10 ഗ്രാമിന് മുകളിലാണെങ്കിൽ അത് എന്തായി, കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി ആയി. ക്ലിയർ അല്ലേ? ഇന്നത്തെ കാര്യങ്ങളൊക്കെ ക്ലിയർ അല്ലേ? ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാം. നമ്മൾ പറഞ്ഞില്ലേ, ഫസ്റ്റ് എന്താ പറഞ്ഞത്, NTPS ആക്ടിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത് അല്ലേ. എന്താണ് NTPS എന്ന് പറഞ്ഞാൽ, നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ട്. ആ ഒരു എന്താണ് ഫുൾ ഫോം കൃത്യമായിട്ട് പഠിക്കട്ടെ, ചിലപ്പം ചോദിക്കാൻ സാധ്യത ഉണ്ട്. NTPSന്റെ ഫുൾ ഫോം എന്താണ്, നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് അല്ലെ. അപ്പൊ ഇത് ഏതാ വർഷം, 1985 അല്ലെ. എന്നാണ്, നവംബർ 14 ശിശുദിനത്തിന്റെ അന്നാണ് ഈ ഒരു ആക്ട് കൊണ്ടുവന്നിട്ടുള്ളത്. ഓക്കെ, എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു ആക്ട് അല്ലെ, മയക്കുമരുന്ന് അതുപോലെ മറ്റു ലഹരി പദാർത്ഥങ്ങളുടെ നിർമ്മാണം, അത് കൈവശം വെക്കല്, അതിന്റെ വിൽപ്പന, ഇതുമായൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള ഒരു നിയമമാണ് എന്ത്, NTPS ആക്ട് എന്ന് പറയുന്നത്. ഓക്കെ,
പിന്നെ നമ്മൾ പറഞ്ഞില്ലേ ഇതിന്റെ ഒരു ജൂറിസ്ഡിക്ഷൻ, അതായത് അധികാര പരിധി എന്ന് പറയുന്നത് എന്താണ്, ഇന്ത്യയിൽ മൊത്തമായിട്ടാണ് അല്ലെ. അതുപോലെ വേറെ എന്താ പറഞ്ഞത്, ഇന്ത്യക്ക് പുറത്തുള്ള ഇന്ത്യൻ പൗരന്മാർക്കും ഈ ഒരു നിയമം ബാധകമാണ്. അതുപോലെ ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള വിമാനങ്ങളും അതുപോലെ കപ്പലുകളിലുമുള്ള വ്യക്തികൾക്കും ഈ ഒരു നിയമം എന്താണ്, ബാധകമാണ്. പിന്നെ ഡെഫിനിഷനെ കുറിച്ച് പറഞ്ഞു അല്ലെ. എല്ലാ ഡെഫിനിഷനും ഏത് സെക്ഷനിലാണ്, സെക്ഷൻ 2-ലാണ്. അബ്കാരി ആക്ടിൽ ഏതിലാണ്, സെക്ഷൻ 3-ലാണ്. മാറിപ്പോകരുത്. ഓക്കെ, അവിടെ നമ്മൾ പറഞ്ഞു അഡിക്റ്റ് എന്നാൽ എന്താണെന്നല്ലേ, ലഹരി പദാർത്ഥങ്ങൾക്കൊക്കെ അല്ലെ അതിന്റെ സ്ഥിരമായ ഉപയോഗത്തിലൂടെ അല്ലെ അഡിക്ഷൻ വരുന്നതിനെയാണ് നമ്മൾ അടിമ എന്ന് പറയുന്നത്. അത് നമ്മൾ പറഞ്ഞു. പിന്നെന്താണ്, കഞ്ചാവ് എന്താന്ന് പറഞ്ഞു അല്ലെ. കഞ്ചാവ് ചെടിയുടെ അല്ലെ ഏറ്റവും മുകളിലുള്ള അഗ്രഭാഗത്തുള്ള ആ ഒരു പശയാണ് അല്ലെ കഞ്ചാവായിട്ട് എടുക്കുന്നത്. പിന്നെന്താണ്, കൊക്കൈ ഡെറിവേറ്റീവ് എന്താണ് അല്ലെ, അതിന്റെ ഇലയുടെ അല്ലെ, കൊക്കയുടെ ഇലയുടെ സത്താണ് എന്ത്, ഡ്രഗ്സ് ആയിട്ട് വരുന്നത്. അപ്പൊ അതൊക്കെ എന്താന്നല്ലേ, ആ ഭാഗങ്ങളൊക്കെ എന്താന്ന് കൃത്യമായിട്ട് ഓർത്ത് വെച്ചേക്കാം. പിന്നെ പറഞ്ഞതല്ലേ കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞു അല്ലേ. കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി, അതുപോലെ സ്മാൾ ക്വാണ്ടിറ്റി, അതുപോലെ എന്താണ് അല്ലെ മീഡിയം ക്വാണ്ടിറ്റി, ഇതൊക്കെ എന്താന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. പിന്നെ അടുത്തത് നോക്കാനുള്ളത് നിയന്ത്രിത ഡെലിവറി അല്ലെ. നിയന്ത്രിത ഡെലിവറി എന്ന് പറഞ്ഞാൽ എന്താ, അതായത് കൺട്രോൾഡ് ഡെലിവറി എന്ന് പറയും അല്ലെ. എന്താണ്, അതായത് ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്റെ അനുമതിയോട് കൂടിയിട്ട് എന്ത് ചെയ്യാം, ഈ ഒരു ഡ്രഗ്സ് കടത്തുന്നതിനെയാണ് നിയന്ത്രിത ഡെലിവറി എന്ന് പറയുന്നത്. അതായത് മറ്റ് കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട അതിന്റെ കേസുമായൊക്കെ ബന്ധപ്പെട്ടിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പൊ അതും കൂടി ഒന്ന് മനസ്സിലാക്കി വെക്കുക. പിന്നെ അല്ലേ ഇല്ലിസിറ്റ് ട്രാഫിക്കിനെ കുറിച്ച് പറഞ്ഞല്ലേ. ഇല്ലിസിറ്റ് ട്രാഫിക് എന്ന് പറഞ്ഞാൽ എന്താ, അനധികൃതമായിട്ടല്ലേ ഡ്രഗ്സുമായി ബന്ധപ്പെട്ടിട്ടുണ്ടാവുന്ന അനധികൃതമായ കാര്യങ്ങളൊക്കെ എന്തിൽ വരും, ഇല്ലിസിറ്റ് ട്രാഫിക്കിൽ വരും അല്ലേ. അതായത് എന്താണ്, നമ്മൾ കഞ്ചാവ് ചെടി വളർത്തുന്നതൊക്കെ എന്താണ്, ഒരു ഇല്ലിസിറ്റ് ട്രാഫിക് ആണ്. പിന്നെന്താണ്, ഇതിന്റെ വിൽപ്പനയും അതുപോലെ കൈവശം വെക്കലൊക്കെ എന്താണ്, അനധികൃതമായിട്ടുള്ള കാര്യങ്ങളാണ്. അതൊന്നും ഓർത്ത് വെച്ചേക്കാം. പിന്നെ മയക്കുമരുന്ന് എന്താന്ന് പറഞ്ഞില്ലേ, ആ സെക്ഷൻ ഒന്ന് പഠിച്ചു വെക്കേട്ടാ. സെക്ഷൻ 2-ൽ ഏതാണ്, 14-ലാണ് എന്ത്, മയക്കുമരുന്ന് എന്താന്ന് പറയുന്നത്. പിന്നെ കറുപ്പ് എന്തെന്നാണ് എടുക്കുന്നത്, പോപ്പി എന്നൊരു ചെടിയിൽ നിന്നാണ്. അതും കൂടി ഒന്ന് ഓർത്ത് വെച്ചേക്കാം അല്ലെ. പോപ്പിയുടെ ചെടിയിലെ ആ ഒരു മുകൾ ഭാഗത്തുള്ള ജ്യൂസാക്കി എടുക്കുന്നതാണ് എന്ത്, കറുപ്പ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ പഠിച്ചത് അളവുകളാണ്, അതിപ്പോ നോക്കി. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. അടുത്ത ക്ലാസ് ഉടൻ തന്നെ ഉണ്ടാവും. അപ്പൊ എന്ത് ചെയ്യാം, പഠിക്കാൻ കുറച്ച് പാടുകളൊക്കെ ഉണ്ടാവും. നിങ്ങൾ എന്ത് ചെയ്യാം, അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യാം, സജ്ജരാവുക. കൃത്യമായിട്ട് നോട്ട് എഴുതിയിട്ട് റിപ്പീറ്റ് ചെയ്ത് കാണുകയോ അല്ലെങ്കിൽ എന്ത് ചെയ്യുക, എഴുതി വെച്ച കാര്യങ്ങൾ പഠിച്ചിട്ടും എന്ത് ചെയ്യുക, റിവൈസ് ചെയ്യുക. ഇങ്ങനെയൊക്കെ തന്നെയാണ് ഇത് പഠിക്കുക. നമുക്കത് NTP SAT 2 മാർക്കിനാണ് ചോദിക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം പഠിച്ചെടുത്താൽ മതി. എല്ലാം കൂടി വാരി വെച്ചില്ലേ, പല പുസ്തകങ്ങൾ എല്ലാവരും വാങ്ങിയിട്ട് ഇങ്ങനെ ഫുള്ള് വാരി വെച്ച് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നമുക്കറിയില്ല, നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്സ് 20 മാർക്കിനാണ്. ഓരോ മൊഡ്യൂളും എത്ര മാർക്കാന്ന് പ്രത്യേകം പറയുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ നോക്കിയിട്ട് എന്ത് ചെയ്യുക, പഠിച്ചാൽ മതി. അല്ലാതെ ഒരു ഭാഗം തന്നെ ഒരുപാട് ഇരുന്ന് പഠിച്ചിട്ടൊന്നും കാര്യമില്ല. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക, അത് തെറ്റാതെ കൃത്യമായിട്ട് പഠിക്കുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു.